CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടിയെ ഇഡി ചോദ്യം ചെയ്യുന്നു. കൊച്ചിയിലെ ഇഡി ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ. CMRL കമ്പനിയിൽ നിന്ന് ചെയ്യാത്ത സേവനത്തിന് വീണ പണം വാങ്ങി എന്ന കണ്ടെത്തലിലാണ് ഇഡിയുടെ നടപടി. കൊച്ചിയിലെ ഇഡി ഓഫീസിന് മുന്നിൽ നിന്ന് വിഷ്ണു സുരേഷിന്റെ തത്സമയം വിവരങ്ങൾ നൽകാൻ. വിഷ്ണു, ഏകദേശം 2-2.5 മണിക്കൂർ ആവുകയാണ് ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ട്. എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വീണയിൽ നിന്ന് ഇഡി ചോദിച്ചറിയുന്നത്? അമൃത, CMRL എക്സാലോജിക് ദുരൂഹ ഇടപാടുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആസ്ഥാനത്ത് നടക്കുന്നത്. പ്രതിപക്ഷ നേതാവ് അതോടൊപ്പം തന്നെ എക്സാലോജിക്കിന്റെ ഉടമയും പ്രതിപക്ഷ നേതാവിന്റെ മകളും എക്സാലോജിക്കിന്റെ ഉടമയുമായ ടി വീണയാണ് ചോദ്യം ചെയ്തത്. 10:30 ടി വീണ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആസ്ഥാനത്തേക്ക് എത്തിയത്. ചോദ്യം ചെയ്യൽ ഏകദേശം ഒരു 3-ാം മണിക്കൂറിലേക്ക് കടക്കുകയാണ്. പ്രധാനമായും ചോദിച്ചറിയുക ഒന്ന്, CMRL എക്സാലോജിക്ക് ബന്ധം അതെന്താണ് എന്നുള്ളതാണ്. എന്ത് സേവനത്തിനാണ് ഈ പണം നൽകിയതെന്നും ഒപ്പം ഈ നൽകിയ പണം അത് ഏത് തരത്തിൽ വിനിയോഗിച്ചു എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. എക്സാലോജിക് എന്ന സ്ഥാപനത്തിന്റെ വെയറബൌട്ട്സുമായി ബന്ധപ്പെട്ട് വിശദമായ പരിശോധന നടത്തും. കാരണം ഈ എക്സാലോജിക് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ 80% വരുമാനവും അത് CMRL നിന്നായിരുന്നു. അതുകൊണ്ട് ഇതൊരു കടലാസ് കമ്പനിയാണോ തുടങ്ങിയ സംശയങ്ങളൊക്കെ ഇഡിക്കുണ്ട്. ആ കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരുത്തുക എന്ന ലക്ഷ്യത്തിലാണ് വീണയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുള്ളത്. ഒപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയ റെയ്ഡുമായി ബന്ധപ്പെട്ട നിരവധി രേഖകൾ പിടിച്ചെടുത്തിരുന്നു. വീണയുടെ അക്കൗണ്ട് അടക്കം മരവിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. ദുബായിലെ അക്കൗണ്ട് തുറന്ന് പരിശോധിക്കാനുള്ള നടപടിയിലൊക്കെ കടക്കുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്കൊക്കെ ചോദ്യം ചെയ്യും. എംപവർ ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന CMRLന്റെ തന്നെ മറ്റൊരു സഹോദര സ്ഥാപനത്തിൽ നിന്ന് വീണ 25 ലക്ഷം രൂപ വീതം 2 തവണ വായ്പ എടുത്തു. 50 ലക്ഷം രൂപ. ആ വായ്പാ തുക എന്തിനാണ് എടുത്തത്, അതോടൊപ്പം തന്നെ ആ തുക തിരിച്ചടച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ. ആ തുക തിരിച്ചടച്ചത് ഈ CMRL നിന്ന് തന്നെ ലഭിച്ച സേവനങ്ങളുടെ അടിസ്ഥാനത്തിൽ ലഭിച്ച പണത്തിൽ നിന്നാണെന്ന് നേരത്തെ തന്നെ SFIO കണ്ടെത്തിയിരുന്നു. പക്ഷേ അത്തരത്തിലൊരു സേവനം CMRL ലഭിച്ചിട്ടില്ല എന്നും കണ്ടെത്തലുണ്ട്. അതുകൊണ്ട് എന്ത് സേവനമാണ് നൽകിയെന്നുള്ള ചോദ്യത്തിന് വീണ മറുപടി നൽകേണ്ടി വരും. ഒപ്പം ഈ ലഭ്യമായ പണം അത് 2.78 കോടി രൂപ. ആ പണം എന്തിനെല്ലാം വിനിയോഗിച്ചു, അതിന്റെ വെയറബൌട്ട്സ് എവിടെയൊക്കെയാണ് കാര്യത്തിലൊക്കെ വ്യക്തത വരുത്തുക എന്ന ലക്ഷ്യത്തിലാണ് ഇപ്പോൾ വീണയെ ചോദ്യം ചെയ്തത്. ചോദ്യം ചെയ്യൽ ഏകദേശം ഒരു 3 മണിക്കൂർ പിന്നിടുന്നു. ഇന്നലെ CMRLന്റെ അധികൃതരെ ചോദ്യം ചെയ്തു. ശരൺ എസ് കർത്തയും JS കർത്തയും ഒക്കെ ചോദ്യം ചെയ്യുന്നത്. ആ വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് വീണയെ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. അമൃത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.